ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈയിടെ OT റിലീസ് ചെയ്ത ചിത്രമാണ് ഹിറ്റ് ലിസ്റ്റ്. അപ്പോൾ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സൂര്യ കതിറാണ് ഇത് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. കാസ്റ്റിംഗ് നോക്കിയാൽ ശരത് കുമാർ, വിജയ്, കനിഷ്ക, സ്മൃതി വെങ്കിട്ട്, ഗൗതം മേനോൻ, സമുദ്രകനി തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായിട്ടും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഹിറ്റ് ലിസ്റ്റ് നമ്മൾ മലയാളത്തിലും തെലുങ്കിലും ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. പക്ഷേ തമിഴിൻ്റെ സ്വന്തം ഒരു ഹിറ്റ് ലിസ്റ്റാണ്. ഹിറ്റ് ലിസ്റ്റ് ഉദ്ദേശിക്കുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രമാണ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ അറിയാം, ഒരു സൈക്കോ കില്ലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിലർ തന്നെയാണ്. അതിൻ്റെ പ്രശ്നവും കാര്യമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ തുടക്കം തന്നെ നമ്മുടെ കഥാനായകനെ കാണിക്കുന്നു. ഇൻട്രോ സിമ്പിളായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഞാൻ ജോലിക്ക് പോകുന്നു. അപ്പോൾ തന്നെ കുറച്ച് പാസം വിളമ്പുന്നുണ്ട്. തൻ്റെ അനിയത്തി അമ്മോട് പറയുകയാണ്, ചേട്ടൻ എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താ പ്രശ്നം അങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് പിന്നെ പുതിയൊരു ശരത് കുമാർ ചാർജ് എടുക്കുന്നു. പുള്ളിയുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഫുൾ എൻകൗണ്ടർ ചെയ്യാനാണ് പരിപാടി. ഒരു പോലീസുകാരനാണ്. ആ വില്ലൻ്റെ അടുത്ത്, വില്ലൻ നമ്മുടെ ഗരുഡൻ, KGF ഗരുഡനാണ്. അപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ വാണിംഗ് കൊടുത്തിരിക്കുന്ന സമയത്ത് പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്യുകയാണ്. അതായത് നമ്മുടെ വെജിറ്റേറിയൻ കഴിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടൊരു നോൺ ആപ്പ്. ഈ ആപ്പ് ഞെക്കി കഴിഞ്ഞാൽ ഉള്ള സംഭവങ്ങളൊക്കെ അറിയുന്നത്. ആ ദിവസം നമ്മുടെ കഥാനായകനെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. അവൻ്റെ അമ്മയും പെങ്ങളെയും തട്ടിക്കൊണ്ട് പോകുന്നു ഒരു സൈക്കോ കില്ലർ. അതിനുശേഷം അവരെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു. അതായത് ഒരാൾ കൊല ചെയ്യണമെന്ന് പറയുന്നു. ഭീഷണിപ്പെടുത്തുന്നു നമ്മുടെ കഥാനായകനെ. പോലീസും പിന്നാലെ വരുന്നു. അപ്പോൾ ആരാണ് ഈ കില്ലറെന്ന് യാതൊരു പിടിയില്ല. എല്ലാവരും ഭയപ്പെടുന്നു. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ അവൻ കില്ലർ ബോഡി എടുത്തിട്ട് നായകനെ അയച്ചു കൊടുക്കുന്നു. അത് ലൈവായിട്ട് അപ്പോൾ എല്ലാ പ്രഷറേയും കാണുന്നു. പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് അന്വേഷണമായിട്ട് പിന്നീട് ത്രില്ലർ രൂപത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത് ഇതിൽ വരുന്ന ബാലൻസ് സ്കോറാണ്. ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. ടൈറ്റിലാണെങ്കിലും ഇൻ്റർവൽ ബ്ലോഗ് ആണെങ്കിലും ശരിക്കും ഞെട്ടിക്കുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാകുന്നത്. കാരണം ത്രില്ലർ പടമാണ്. അത് മുന്നോട്ട് പോകുന്നു. ഇൻ്റർവ്യൂ വരുമ്പോൾ അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തത്. കാരണം ആരായിരിക്കും ഈ വില്ലൻ എന്നുള്ള കാണാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം എന്തായിരിക്കും പിന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വില്ലനെ അടുത്തിട്ട് കാര്യങ്ങളൊക്കെ എത്തിപ്പെടുന്നു. അപ്പോൾ ആരായിരിക്കും ആ വ്യക്തി, എന്തായിരിക്കും അതിനെ മോട്ടീവ് എന്ന് കാണാനുള്ള പ്രേക്ഷകർക്ക് ഓരോ വിധത്തിലുള്ള ഒരു ആകാംക്ഷ തുടക്കം തൊട്ട് കൊടുക്കുവാനും കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അവസാനം വരും. പക്ഷെ അവസാനം കൊണ്ട് എന്താ പറയുക, പകുതി കാലം മടിച്ചുള്ള അവസ്ഥയാണ് എനിക്ക് തോന്നി. കാരണം സ്ഥിരം തമിഴ് പടത്തിലെ പോലെ തന്നെ ക്ലീഷെ ഒരു സ്റ്റോറി, സ്ഥിരം ഇമോഷണൽ പാസം പരിപാടിയും കാണുകളൊക്കെ കൊണ്ട് നശിപ്പിച്ച് വെച്ചു ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ. ഹിറ്റ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BGM ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടും അതിൽ വരുന്ന പശ്ചാത്തലമായിട്ട് വരുന്ന പല കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആക്റ്റീവും എല്ലാം തന്നെ ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. നമ്മുടെ നായകൻ പുതുമുഖ നായകനെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രകടനം കാഴ്ചകളൊക്കെ കാഴ്ചവെച്ചു. ശരത് കുമാർ കുറച്ച് മാസം ഡയലോഗ് പറയുന്ന ഒരു കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് തുടക്കം തൊട്ട് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി, ആരായിരിക്കും ബില്ല്, എന്തായിരിക്കും റീസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ. കാരണം അത്രയേറെ മോട്ടീവും അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് കണ്ടിട്ടാവുന്ന വിധത്തിൽ ഇമോഷണലായി കാണിച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വില്ലൻ നമ്മുടെ നായകനോട്. അതൊക്കെ ഭയങ്കര ടച്ചിങ് ആയി തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ പിന്നിൽ ആരാന്നുള്ള തോന്നൽ കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അവസാനം ഭാഗത്ത് ക്ലൈമാക്സ് വീണ്ടും ഞെട്ടിക്കാൻ വേണ്ടി കുറേ ടെസ്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചു. അവിടെ നായകനെ അങ്ങനെ ബാക്കിയുള്ള മണ്ടന്മാരിക്കുള്ള അവസ്ഥയായിട്ടാണ് കൊണ്ടുചെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കോവിഡ് കാലത്ത് ഒരു കോവിഡുള്ളതൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം അതൊക്കെയാണ് ഇതിൻ്റെ മോട്ടീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു സൈക്കോ പാകത്തുള്ളതെന്നൊക്കെ ഉപരി ഇമോഷണലായിട്ട് കണ്ടിന്യൂ ത്രില്ലറാക്കി കൊണ്ട് എത്തിക്കാൻ വേണ്ടി നോക്കി ഒരു പകുതിക്ക് വെച്ച് ഒരു കലം അടിച്ച അവസ്ഥയാണ് ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരു തവണ കണ്ടു മറക്കാവുന്ന ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ദി ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. തമിഴ് ചിത്രമാണ്. പേര് പ്രത്യേകം ശ്രദ്ധിക്കണം, ഹിറ്റ് ലിസ്റ്റ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂ ആയിട്ട് വരുന്നതിന് കാത്തിരിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായിരിക്കും ബൈ.